per watt is the unit of? The lumens per watt. Lumens per watt എന്ന് പറഞ്ഞാൽ ലൂമിനസ് എഫിഷ്യൻസി കാണിക്കുന്ന യൂണിറ്റ് ആണ്. ലൂമിനസ് എഫിഷ്യൻസി ഒരു ബൾബിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ബൾബിൻ്റെ ലൂമൻസ്, അതിൻ്റെ ലൂമൻസ് പെർ വാട്ട്, അതിൻ്റെ വാട്ടേജ് ലൂമൻസിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ വാട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൂമിനസ് എഫിഷ്യൻസിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇതുപോലെ നമ്മൾ ലൂമൻസിൻ്റെ ഓർഡറും പഠിച്ചിരുന്നു അല്ലേ. ലൂമൻസ് പെർ ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ. എന്താ ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ? എന്താ? ലക്സ്. ലക്സ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് പഠിച്ചില്ലേ? ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ ലക്സ് ആണ്. ലൂമൻസ് പെർ വാട്ട് എന്ന് പറയുന്നത് ലൂമിനസ് എഫിഷ്യൻസി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ് വാട്ടേജ് ഓഫ് ഇൻകാഡസൻ ലാമ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് വാട്ടേജ് അല്ലാത്തത് ഇൻകാഡസൻ ലാമ്പിൻ്റെ കേസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻകാഡസൻ ലാമ്പ് അതായത് പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ലാമ്പ് ഇപ്പോൾ ഡൊമസ്റ്റിക് യൂസിന് നമ്മൾ ഇൻകാഡസൻ ലാമ്പ് പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, എന്താണ് വേസ്റ്റേജ് ഓഫ് എനർജിയുടെ ഒരു പർപ്പസ് അത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് അല്ലെങ്കിൽ LED ലാംപ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതിൽ സ്റ്റാൻഡേർഡ് വാട്ടേജ് അല്ലാത്തത് ഇതിനകത്ത് ഏതാണ് എന്നാണ് ചോദ്യം. 15 വാട്ട്സ്, 25 വാട്ട്സ്, 50, 40. 40 ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. 25, 15 ഉണ്ട്. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് അല്ലാത്ത വാല്യൂ എന്ന് പറയുന്നത് 50 വാട്ട്സ് ആണ്. 40 കഴിഞ്ഞാൽ പിന്നെ 60 വാട്ട്സിൻ്റെ ലാമ്പാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An auto transformer used with sodium vapor lamp should have. ഇത് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് സോഡിയം വേപ്പർ ലാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ കൂടി ഉണ്ട്. അതിനകത്ത് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ അതിനകത്തുണ്ട്. ആ ഓട്ടോ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുമ്പോൾ അതിന് എന്തെല്ലാം ഗുണങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹൈ എഫിഷ്യൻസി, ഹൈ സ്റ്റെപ്പ് അപ്പ് റേഷ്യോ, ഹൈ സ്റ്റെപ്പ് ഡൗൺ റേഷ്യോ, ഹൈ ലീക്കേജ് റിയാക്ടൻസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരിക ഹൈ ലീക്കേജ് റിയാക്ടൻസ് ആണ്. ഹൈ ലീക്കേജ് റിയാക്ടൻസോട് കൂടിയ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് സോഡിയം വേപ്പർ ലാമ്പിന് യൂസ് ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ഈ സോഡിയം വേപ്പർ ലാമ്പിന് ആ ഡിസ്ചാർജിങ്ങിന് ഒരു ഹൈ വോൾട്ടേജ് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ആ ഹൈ വോൾട്ടേജിന് ആ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ ഈ ഹൈ ലീക്കേജ് റിയാക്ടൻസ് ഉള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത് എയ്ഡ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ലീക്കേജ് റിയാക്ടൻസ് ഉപയോഗിച്ചിട്ട് ആണ് ആ ഡിസ്ചാർജിങ് പ്രോസസ്സ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under the influence of fluorescent lamps, sometimes the wheels of rotating machinery appear to be stationary. Okay, wheels of rotating machinery appear to be stationary. This is due to, okay, rotate ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീല് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം സ്റ്റേഷനറി ആയിട്ട് കാണുന്നു. എപ്പോൾ? ഫ്ലൂറസൻ ലാമ്പ് ലൈറ്റിംഗ് ഉള്ള ഏരിയയിൽ. എന്താണ് അതിൻ്റെ റീസൺ? ഓപ്ഷൻസ് നോക്കാം. ഫ്ലക്ച്വേഷൻസ്, ലൂമിനസെൻസ് എഫക്റ്റ്, സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്, ലോ പവർ ഫാക്ടർ. ഓക്കെ, എന്താ അതിൻ്റെ കാരണം? റൊട്ടേറ്റിംഗ് മെഷീൻ സ്റ്റേഷനറി ആയിട്ട് കാണുന്നു. എന്താ അതിന് കാരണം? ആൻസർ ഈസ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂറസൻ ലാമ്പുകൾക്കുള്ള ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, അത് നമ്മൾ ഈ ഫ്രീക്വൻസി ഡിഫറൻസ് കൊണ്ട് ഫ്ലിക്കറിംഗ് എന്ന് പറയില്ലേ. നമ്മളിപ്പോൾ ഇൻകാഡസൻ ലാമ്പിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് സപ്ലൈ ആണ് അല്ലേ. 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ അത്രയും ടൈംസ് അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയും ഓൺ ഓഫ് പോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് ഈ ഫ്ലിക്കറിങ് അല്ലെങ്കിൽ ഫ്ലിക്കറിംഗ് എന്ന് പറയാം. അപ്പോൾ അത് കാരണം വരുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതും നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇൻകാഡസൻ ലാമ്പിൽ നമ്മൾ ആ ബ്ലിങ്കിങ് കാണാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം അത്രയും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണിന് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതേ ഒരു ഇഷ്യൂ റിലേറ്റ് ചെയ്താണ് ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റും വരുന്നത്. ഇവിടെ ആ മെഷീൻ്റെ സ്റ്റാറ്റസ് എന്താണോ അത് കറക്റ്റായിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഐയുടെ ഈ ഒരു പവറുണ്ട്. അതിന് ഒരു റീസൺ ഈ ഫ്ലൂറസൻ ലാമ്പിൻ്റെ ഈ ഫ്ലിക്കറിങ് എഫക്റ്റും ദെൻ നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷനും. ഇപ്പോൾ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള മെഷീനാണ്, പക്ഷേ സ്റ്റേഷനറി പോലെ നമുക്ക് തോന്നും. ഓക്കെ, ആ ഒരു എഫക്റ്റാണ് എന്ത് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ആണ് അതിൻ്റെ ആൻസർ എന്നറിയാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 60 watt lamp given a luminous flux of 1500 lumens. Its efficiency is, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞുള്ളൂ. ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂമൻസ് പെർ വാട്ട് ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 60 watt ലാമ്പാണ്.
അത് 1500 ലൂമൻസ് തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ലൂമൻസ് പെർ വാട്ട് ചെയ്യുമ്പോൾ 1500 ഡിവൈഡ് ബൈ വാട്ട് എന്ന് പറയുന്നത് 60. അപ്പോൾ 1500/60. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6ൽ ഓക്കെ 2 times then 5. ഓക്കെ 25 എന്ന് കിട്ടും ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ 25 ലൂമൻസ് പെർ വാട്ടാണ്. ഓക്കെ 25 ലൂമൻസ് പെർ വാട്ടാണ് ഇതിൻ്റെ ആൻസർ വരെ.